അപ്പോൾ ഹായ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് കുറച്ച് ഗ്യാസ്ട്രോൻട്രോളജിയിലുള്ള കുറച്ച് ബസ് വേർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അങ്ങോട്ട് പോവാം. ആദ്യത്തെയും രണ്ടാമത്തെയൊക്കെ ഭയങ്കര കോമൺ ആണ്, സ്ഥിരം ചോദ്യങ്ങളാണ്. ലൈക്ക് ഒരു സ്കിപ്പ് ലീഷൻ കണ്ടു, ട്രാൻസ്മ്യൂറൽ ഇൻഫർമേഷൻ ഉണ്ട്, കോബിൾ സ്റ്റോണിങ് ഉണ്ട്, ക്രീപ്പിംഗ് ഫാറ്റ് ഉണ്ട്, സ്ട്രിങ് സൈൻ ഉണ്ട്, പിന്നെ ആൻറ്റി സക്കറമൈസിസ് സർവീസ് ആൻറ്റിബോഡി പോസിറ്റീവാണ്. ഇത്രയും കാര്യങ്ങളൊന്നും തരണമെന്നില്ല. അതിൽ ചിലപ്പോൾ 2-3 തന്നു തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതെന്താ? ക്രോൺസ് ഡിസീസാണ് എക്സാമിനർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് കേട്ടോ സ്ട്രിങ് സൈൻ ഓഫ് ക്യാൻഡ് എന്ന് പറഞ്ഞത്. ഇത് കണ്ടില്ലേ? പിന്നെ അടുത്ത ചോദ്യത്തിൽ എക്സാമിനർ പറയാണ് ലൈക്ക് ലെഡ് പൈപ്പ് അപ്പിയറൻസ് ഉണ്ട്, സ്യൂഡോ പോളിപ്സ് ഉണ്ട്, നേരത്തെ ട്രാൻസ്മ്യൂറൽ ഇൻഫ്ലമേഷൻ അല്ല, ഇവിടെ ജസ്റ്റ് മ്യൂക്കോസൽ ഇൻഫ്ലമേഷൻ ഉള്ളൂ. അസോസിയേറ്റഡ് ബ്ലഡി ഡയറി ഉണ്ട്, പിയങ്ക പോസിറ്റീവാണ്. മറ്റടുത്ത് ക്രോൺസിൽ സ്കിപ്പ് ലീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഇവിടെ എന്താ കണ്ടിന്യൂസ് ലീഷനാണ്, സ്റ്റാർട്ടിങ് ഓൾ ദ വേ ഫ്രം ദ റെക്റ്റം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ തരണമെന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാവും ഇതെന്താ അൾസറേറ്റീവ് കോളൈറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് നോക്കി, കോബിൾ സ്റ്റോണിങ് നോക്കി. അത് കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിൽ എക്സാമിനർ പറയാണ് ഒരു എൽഡർലി മെയിൽ, ആൾക്ക് ഡിസ്ഫേജി ഉണ്ട്, ഭയങ്കര പൊട്ട സ്മെല്ലുണ്ട്, ഒരു പൾഷൻ ഡൈവേർട്ടിക്കുലയാണ്, ഈ ആൾ തിന്ന ഭക്ഷണങ്ങളൊക്കെ റീഗർജിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ എക്സാമിനർ ഉദ്ദേശിക്കുന്നത്? മെയിൻ ആള് സെൻഗസ് ഡൈവർട്ടിക്കുലത്തിനെ കുറിച്ചിട്ടാണ് ആൾ ഉദ്ദേശിക്കുന്നത്. അതെ, ഇത് നോക്കിയേ, ഈ ഡൈവർട്ടിക്കുലം നോക്കിയേ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, ഇതെന്താ ഈ പൾഷൻ ഡൈവർട്ടിക്കുല എന്ന് പറഞ്ഞു. ഈ പൾഷൻ ഡൈവർട്ടിക്കുലം എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് ഈ ഒരു ലൂമൻ്റെ ഉള്ളിലുള്ള പ്രഷർ കാരണം പുറത്തോട്ട് തള്ളി പോകുന്നതാണ് പൾഷൻ ഡൈവർട്ടിക്കുലം. അത് ഫോൾസ് ഡൈവർട്ടിക്കുലമാണ്, എല്ലാ ലെയേഴ്സും ഇല്ലാത്തതുകൊണ്ട് അതിനെ ഫോൾസ് ഡൈവർട്ടിക്കുലം എന്നും കൂടിയും പറയാം. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് വേറൊരു ഡൈവർട്ടിക്കുലം കൂടിയും പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അത് ഏതാ? ട്രാക്ഷൻ ഡൈവർട്ടിക്കുലം പഠിച്ചല്ല, അത് ഏതാ? മെക്കിൾസ് ഡൈവർട്ടിക്കുലം. മെക്കിൾസ് ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത് ട്രാക്ഷൻ ഡൈവർട്ടിക്കുലമാണ്. അത് ട്രൂ ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത് വെച്ചാൽ എല്ലാ ലെയേഴ്സും അതിലുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എൽഡർലി മെയിൽ ഹാലസ്റ്റോസിസ് പൾഷൻ ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത് സെങ്കസ് ഡൈവർട്ടിക്കുലാണ്. ട്രാക്ഷൻ ഡൈവർട്ടിക്കുലം ഏതായിരുന്നു? മെറ്റൽസ് ഡൈവർട്ടിക്കുലാണ്. അതവിടെ കഴിഞ്ഞ് ഇനി അടുത്ത ചോദ്യത്തിൽ ആൾക്ക് ഹെമസ്റ്റമസിസ് ഉണ്ട്, മെലീന ഉണ്ട്. ആഫ്റ്റർ കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഛർദി വന്ന സമയത്ത് ഉണ്ടാകുന്ന മ്യൂക്കോസൽ ടെയർ അറ്റ് ഗ്യാസ്ട്രോയിസോഫേഗൽ ജംഗ്ഷൻ. ഇത്രയും വന്നുള്ളത് ഇതാണിത്, മ്യൂക്കോസൽ ടെയർ. അപ്പോൾ ഇതെന്താ എക്സാമിന് ഉദ്ദേശിക്കുന്നത്? മാലറിവീസ് ടിയറിനെ ഉദ്ദേശിച്ചിട്ടാണ്. ഇനി സപ്പോസ് ഫുൾ ലെങ്ത് ടിയർ ആണെങ്കിൽ അതെന്താ? ബോർഹേഴ്സ് സിൻഡ്രം. അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലെ എക്സാമിനർ പറയാണ് ആൾക്ക് ബേണിംഗ് സെൻസേഷൻ ഉണ്ട്, നൊക്ടേണൽ കഫ് ഉണ്ട്. ഈ ഗേഡ് വന്ന് അവസാനം ആൾക്ക് ബാരറ്റ് ഈസോഫാഗസ് മെറ്റാപ്ലേസിയ, അവിടെ മെറ്റാപ്ലേസിയ കടന്ന് ബാരറ്റ് ഈസോഫാഗസ്. എന്താ എക്സാമിനർ ഉദ്ദേശിക്കുന്നത്? ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസിനെ കുറിച്ചിട്ടാണ്. ഇനി അടുത്ത കേസിൽ പറയാണ് ലൈക്ക് ആൾക്ക് ജോണ്ടിസ് ഉണ്ട്, അപ്പർ അബ്ഡമൽ പെയിൻ ഉണ്ട്, ഒപ്പം ഫീവർ ഉണ്ട്. അപ്പോൾ ഇതിനെ ഈ മൂന്നെണ്ണത്തിനും കൂട്ടിയിട്ട് ട്രയാഡിൻ്റെ പേര് പറയുമല്ലോ, അതെന്താ? ചാർക്കോസ് ട്രയാഡ്. പിന്നെ അത് മാത്രമല്ല, ഇനി ആൾക്ക് സപ്പോസ് ഓൾട്ടേഡ് മെൻ്റൽ സ്റ്റാറ്റസും ഹൈപ്പോ ടെൻഷനും കൂടി ഉണ്ടെങ്കിൽ ഈ മൂന്നെണ്ണത്തിനും പിന്നെ ഈ രണ്ടും കൂടി കൂട്ടിയിട്ടൊരു റെയ്നോഡ് സ്പെൻഡാണെന്ന് പറയും. ഇതൊക്കെ കാണുന്നത് ഇതിലാണ്, അസെൻഡിങ് കോളഞ്ചൈറ്റിസിലാണ് ഇത് കാണുന്നത്. ഇനി അടുത്ത ചോദ്യത്തിൽ പറയുകയാണ് ആൾക്ക് പെയിൻലെസ് ജോണ്ടിസ് ഉണ്ട്, കറൂസിയർ സൈൻ പോസിറ്റീവാണ്, എന്ന് വെച്ചാൽ പാൽപ്പബിൾ ഗോൾ ബ്ലാഡർ ഉണ്ട്. പിന്നെ ഡബിൾ ഡെക്ട് സൈൻ പോസിറ്റീവാണ്, CA19-9. അത് ഈ പാങ്ക്രിയാറ്റിക് ഹെഡിൻ്റെ ട്യൂമർ മാർക്കറാണ് എന്ത്? CA19. ഇനി ഡബിൾ ഡെക്ട് സൈൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 2 ഡക്റ്റ്. ഇതേ ഒരു ഡക്റ്റ് നോക്കിയേ, ഒരെണ്ണം ഹെപ്പാറ്റിക്കിൻ്റെ ഡക്റ്റും പിന്നെ ഒന്ന് പാങ്ക്രിയാറ്റിക്കിൻ്റെ ഡക്റ്റും. ഈ 2 ഡക്റ്റും കൂടി രണ്ടും എൻലാർജ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ബാരൽ തോക്ക് പോലെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഡബിൾ ഡക്ട് സൈൻ. അത് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് വന്ന എക്സാമിന് പറയുന്ന ആൾക്ക് സ്റ്റേറ്റോറി ഉണ്ട്, വെയിറ്റ് ലോസ് ഉണ്ട്. ബയോപ്സി എടുത്ത സമയത്ത് ഈ വില്ലസൊക്കെ അട്രോഫി ആയിപ്പോയി, വില്ലസ് അട്രോഫി. പിന്നെ അവിടെ കുറച്ച് ലിംഫോസൈറ്റ്സ് ഉണ്ട്, ഇവിടുത്തെ കുറച്ച് ലിംഫോസൈറ്റ്സ് ഉണ്ട്. ഇതാണ് നോർമൽ, ഇത് അട്രോഫി എന്നിട്ട് വില്ലസ് എല്ലാം അട്രോഫി ആയിപ്പോയി. പിന്നെ അത് മാത്രമല്ല ആൾക്ക് ഗ്ലൈഡിൻ ആൻറ്റിബോഡീസ്, ട്രാൻസ്ഗ്ലൂട്ടമിനേസും എൻഡോമൈസിയൽ ആൻറ്റിബോഡിയും ഒക്കെ പോസിറ്റീവാണ്. അസോസിയേറ്റഡ് ആയിട്ട് HLA DQ2 DQ8. അത് സ്ഥിരം ചോദിക്കാനുള്ള ചോദ്യം. ഈ HLA ആൻറ്റിബോഡീസ് HLA ഇമ്പോർട്ടൻ്റ് ആണ്, ആൻറ്റിബോഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇങ്ങനത്തെ ഇതിനൊരു മാർഷ് ക്രൈറ്റീരിയ എന്നും കൂടി പറയും. നമ്മുടെ പാത്തോളജിയിൽ ഈ സ്ലൈഡ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ സിവിയറിറ്റി അളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് എക്സാമിനർ എന്താണ് ഉദ്ദേശിക്കുന്നത്? സീലിയാക് ഡിസീസിനെ കുറിച്ചിട്ടാണ് എക്സാമിനർ പറയുന്നത്.
ഇനി അടുത്ത ചോദ്യത്തിൽ എക്സാമിനർ പറയുകയാണ് ഇയാൾക്ക് ആസ്ട്രസിസ് ഉണ്ട്, ഫ്ലാപ്പിംഗ് ട്രെമർ ഉണ്ട്. ഫ്ലാപ്പിംഗ് ട്രെമർ എന്ന് വെച്ചാൽ എന്താ, കൈ ഇങ്ങനെ വെക്കുമ്പോൾ ആളുടെ കൈ ഇങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രസിസ്, ഫ്ലാപ്പിംഗ് ട്രെമർ, കൺസ്ട്രക്ഷൻ അപ്രേസിയ, ഫീറ്റർ ഹെപ്പാറ്റിക്കസ്, പിന്നെ ഇൻക്രീസ്ഡ് ബ്ലഡ് ഇൻ അമോണിയ ഇൻ സിറോട്ടിക് പേഷ്യൻസ്. ഇതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്, ഹെപ്പാറ്റിക് എൻസെഫലോപ്പതിനെ കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിൽ ആൾ പറയുകയാണ് ആൾക്ക് സ്പൈഡർ ആൻജിയോമി ഉണ്ട്, പാമാർ എരിത്തിമ ഉണ്ട്, ക്യാപ്പഡ് മെഡിസ് ഉണ്ട്. ഇതാണ് ക്യാപ്പഡ് മെഡിസ്. ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ വെയിൻസ് റേഡിയേറ്റ് ചെയ്യും. പിന്നെ അസൈറ്റിസ് ഉണ്ട്, പിന്നെ ലോ പ്ലേറ്റിൽ ക്ലൗണ്ട് ആണ്, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ, ആൾ ലിവർ സിറോസിസിനെ കുറിച്ചാണ് ഇത്ര ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിൽ ചിലപ്പോൾ ആൾ പറയാൻ പറ്റും ഇതൊരു ഓട്ടോസോമൽ റിസസീവ് ഡിസീസാണ്, പേഷ്യൻ്റ് കേഷ്യൽ ഫേഷ്യൽ റിങ് ഉണ്ട്, പിന്നെ ആൾക്ക് ലോ സെറം സെർലോപ്ലാസ്മിനാണ്, പക്ഷേ ഇൻക്രീസ്ഡ് യൂറിൻ കോപ്പർ ഉണ്ട്, പിന്നെ സൺഫ്ലവർ ക്ലാട്രാറ്റ്. ഇതാണ് KF റിങ് കേട്ടോ, ഡെസിമെൻസ് മെമ്പറൈനിലുള്ള ഡെപ്പോസിഷൻ, കോപ്പറിൻ്റെ ഡെപ്പോസിഷൻ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഈ പറയുന്നത്, വിൽസൺ ഡിസീസാണ് ഉത്തരം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിൽ ആൾ ചോദിക്കുകയാണ് ഇതും ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസീസാണ്, ഇതിൽ HFE ജീൻ മ്യൂട്ടേഷൻ ഉണ്ട്, പിന്നെ ഇതിൻ്റെ സെറം ഫെറിറ്റിനും ട്രാൻസ്മിൻ സാച്ചുറേഷനൊക്കെ കൂടുതലാണ്. ഒപ്പം ബ്രൗൺസ് ഡയബറ്റീസ്, ആൾക്ക് ഡയബറ്റീസും ഉണ്ട്. ഈ സ്കിന്നിനൊക്കെ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ, ഇത് നോക്കി ഈ സ്കിൻ ഇങ്ങനെ പിഗ്മെൻ്റ് ആയിട്ട് ഇരിക്കണം നോക്കി. പിന്നെ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് ലിവർ ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ജോയിൻറ്റ് ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ അസുഖത്തിനെ കുറിച്ച് ആൾ പറയുന്നത്, ഹീമോക്രോമറ്റോസിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത ഇത് കേസിലൊരു ഫീമെയിൽ ഒരു മൈറ്റോകോൺഡ്രിയൽ ആൻറ്റിബോഡി പോസിറ്റീവാണ്. ആൾക്ക് ആ പെങ്കൊച്ചിന് ഭയങ്കര ചൊറിച്ചിൽ, നമ്മൾ ഹിസ്റ്റോപാത്തോളജി നോക്കുമ്പോൾ കുറച്ച് ഗ്രാനുലോമാറ്റസ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻട്രാപാറ്റിക് ബൈൽ ഡക്ട്സ്. എന്തുദ്ദേശിക്കണം, ഇതാണ് ഗ്രാനുലോമയുണ്ട് ഇവിടെ. അത് മെയിനായിട്ട് ഇൻട്രാഹെപ്പാറ്റിക് ബൈൽ ഡക്ട്സ് ആണ് ഡിസ്ട്രക്റ്റ് ആവുന്നത്. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്, പ്രൈമറി ബിലിയറി കൊളഞ്ചൈറ്റിസിനെ കുറിച്ചിട്ടാണ്. ഇനി സപ്പോസ് ഇതിന് പകരമായിട്ട് എക്സ്ട്രാപാറ്റിക് ഡക്ട്സ് ആണ് ഇതാവണേന്ന് വിചാരിക്കുകയും, എന്നിട്ട് ലൈക്ക് ഇപ്പോൾ ഒരു ഓണിയൻ ഹിസ്റ്റോപാത്തോളജി നോക്കുമ്പോൾ ലൈക്ക് ഓണിയൻ സ്കിൻ ഫൈബ്രോസിസ് കണ്ടു, ബീഡിങ് ഓഫ് ബൈൽ ഡക്ട്സ് ഇൻ ERCP, പിന്നെ ഒപ്പം അസോസിയേറ്റഡ് ആയിട്ട് അൾസറേറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട്, പിയങ്ക പോസിറ്റീവാണ്. ഇതൊക്കെ ആളെന്തിനാണ് ഉദ്ദേശിക്കുന്നത്, പ്രൈമറി സ്ക്ലീറോസിങ് കൊളഞ്ചൈറ്റിസിൻ്റെ ഇതാണ് എന്ത്, ഓണിയൻ സ്കിന്നിങ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തില്ലേ, ക്രോൺസ് ഡിസീസ്, ക്രോൺസ് ഡിസീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആക്ച്വലി ഇതിലുള്ള ഏകദേശം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അൾസറൈറ്റിസ് ഇമ്പോർട്ടൻ്റ് ആണ്, സീലിയാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ഈ പറഞ്ഞ വിൽസൺ ഇമ്പോർട്ടൻ്റ് ആണ്, ഹീമോക്രോമറ്റോസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ.